ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ, ഏകദേശം ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ ഞാനൊരു ടീനേജ് സ്കിൻ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനിടയിൽ എനിക്ക് വന്നൊരു കമന്റ് ആയിരുന്നു, ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒരു വീഡിയോ ചെയ്യാമോന്ന്. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചിരുന്നു എന്തെങ്കിലും ബഡ്ജറ്റ് ഉണ്ടോ എന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ₹100 500 ബഡ്ജറ്റ് ആഘോഷിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേ റിസർച്ച് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് അങ്ങനെയല്ല, കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ഇങ്ങനെ നോക്കി അതിൽ നിന്ന് ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് ഒരു ₹500 നിൽക്കുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിനകത്ത് പ്രോഡക്ട്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല ആപ്പിനകത്ത് അതിൻ്റെ റേറ്റ് നോക്കി, പല ആപ്പിനകത്ത് നോക്കിയിട്ട് ഏറ്റവും കുറവുള്ളത് ഏതാണോ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പം അതിൻ്റെ ലിങ്ക് ആയാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നത്. അപ്പം സമയമൊന്നും കളയണ്ട, വേഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിനു മുന്നേ ഞാൻ ആദ്യം സ്കിന്നിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഈ സംഭവം 3 ചെയ്യണം, മസ്റ്റാണ്, ചെയ്തേ പറ്റത്തുള്ളേ. അല്ലെങ്കിൽ മേക്കപ്പ് ഒരുമാതിരി ഡ്രൈ ആയിട്ട് ഉരുണ്ടുരുണ്ട് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ഗ്ലൈഡ് ചെയ്ത് ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. അപ്പം ഞാൻ ബേസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ഇതേ ഈ ഐറ്റാണ്, ലാക്മേയുടെ 95cc ക്രീമും. ഇത് 9 ഗ്രാമിൻ്റെയാണ്. ഇതിൻ്റെ MRP ഇതിൽ ₹99 എഴുതിയേക്കുന്നത്. ഞാൻ ₹89 ടിറയ്ക്കകത്ത് കണ്ടന്റ് ബ്യൂട്ടി ആപ്പില്ലേ, അതിനകത്ത് ഞാൻ കണ്ടത്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം ഇത് ₹89. ഇതിന് ഞാൻ എടുത്തേക്കുന്ന ഷെയ്ഡ് 03 ബ്രോൺസ് ആണ്. അപ്പം അത് ഞാൻ കുറച്ച് കയ്യിലെടുക്കട്ടെ, കുറച്ചെടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ മിറർ അവിടെ ഇരിക്കുന്നതാ. ഞാൻ ഫേസ് ഫുള്ള് ഡോട്ടായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ലൊരു തണുപ്പുണ്ട് ഇതിന് കേട്ടാ, നല്ല സുഖം, ഒരു പ്രത്യേക തണുപ്പ്. ഒരുപാടങ്ങ് ഓവറാക്കുന്നില്ല, CC ക്രീം ആയതുകൊണ്ട് ഒരുപാടങ്ങ് ഓവറാവില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് ഫേസ് ഫുള്ള് അതുപോലെ നെക്കിൽ ഒക്കെ അപ്ലൈ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാണ്. എനിക്ക് സൗണ്ട് ഇതുവരെ കൊണ്ട് ശരിയായില്ല. IV കഴിഞ്ഞ് വന്നിട്ട് ചിലപ്പം ഇന്നിപ്പോൾ എത്ര ദിവസമാണ്, ഞാൻ 4-ാം തീയതി വന്നതാണ്, ഇന്നിപ്പോൾ 6-ാം തീയതി ആയി, ഇതുവരെ അങ്ങോട്ട് സെറ്റായില്ല, സൗണ്ട് ഇച്ചിരി കൂടെ ആവാനുണ്ട്. അപ്പം ഞാൻ ഇത് ഫുള്ള്, നിങ്ങളത് കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ, നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിത് ഫുള്ളൊന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ. കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. നമുക്ക് നോക്കാം, അവസാനം ഇച്ചിരി കൂടുതലെങ്ങാനും ആവുകയാണെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കാം. അതാകുമ്പം അത് കുറച്ച് വലിച്ചങ്ങ് എടുക്കുമല്ലോ, അപ്പം പെർഫെക്റ്റ് ആവും. ഓവറാവാൻ ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. നന്നായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. എനിക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്, സൗണ്ടും കൂടി ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് ശരി, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഒരു ഊഹത്തിനങ്ങ് സംസാരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഫുള്ളൊന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ. കണ്ട, ഇപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് ആയിട്ടില്ലേ. നമുക്ക് ഇതൊരു മിനിറ്റ് ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കാം. നമ്മൾ എന്ത് സാധനം ഇട്ടെങ്കിലും എല്ലാ സാധനങ്ങളും ഒന്നിച്ചൊന്നിച്ച് വാരി അങ്ങ് പൊത്തല്ലും. ഓരോ സാധനങ്ങളുടെ ഇടയ്ക്ക് കുറച്ച് ടൈം ഗ്യാപ്പ് വേണം അത് ഫേസ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരുമാതിരി അവിയൽ വരുവായിപ്പോൾ. അതുകൊണ്ട് അതിനിടയ്ക്ക് ടൈം ഗ്യാപ്പ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓവറായിട്ടും ഇല്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കവറേജൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ ഭയങ്കര ഓവറായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്, CC ക്രീമാണ്, അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം അതൊന്ന് സെറ്റ് ആവട്ടെ. സോ അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ CC ക്രീമൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഈ ഒരു പോൺസിൻ്റെ നാച്ചുറൽ ഗ്ലോ BB പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ഇത് നോക്കിയപ്പം ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇതിൻ്റെ ഒരു പിങ്ക് പൗഡറും കൂടെ ഉണ്ട്, അത് അത്യാവശ്യം നല്ല കേട്ടോ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ തറയിൽ കൊടുത്തേക്കുന്ന ടിറയെന്നുള്ളത്. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒന്ന് ടിറയില കുറച്ചും കൂടി റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നൈക്കേനെക്കാട്ടിലും. മിന്ത്രയിൽ എല്ലാ പ്രൊഡക്ട്സും അങ്ങനെ ഇല്ല, മിന്ത്രയിൽ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉള്ളൂ. അപ്പം
ഒരു മിനിറ്റേ, ഇത് സൈഡിലെല്ലാം പറ്റി, അതൊന്ന് തട്ടി മാറ്റട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഫുള്ളാവും. ഞാൻ ആ പൗഡർ ഒരു പഫ് വെച്ചിട്ട്, നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങളുടെ നോർമൽ ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനൊരു അത്യാവശ്യം ഒരു നല്ലൊരു മേക്കപ്പ് ലുക്ക് 500 രൂപയ്ക്കകത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൗഡറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാം, നമ്മുടെ പോൺസിൻ്റെയോ എയിൻഷൻ്ററിൻ്റെയോ എന്തെങ്കിലുമൊക്കെ പൗഡർ ഇടാം. അപ്പം ഞാനിത് ഫുള്ളൊന്ന് സെറ്റ് ചെയ്യട്ടെ ഫേസ്. ഈ CC ക്രീമും ഈ BB പൗഡറും വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു മേക്കപ്പ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ലല്ലോ, ഇതിൽ എഴുതിയേക്കുന്ന എമൗണ്ട് നോക്കട്ടെ, മറന്നുപോയി. 125 രൂപയാണ്. 125 നമ്മുടെ വീടിനടുത്തുള്ള ഫാൻസി ഷോപ്പിലൊക്കെ 125 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ടിറയിൽ ഞാൻ 114 രൂപയ്ക്കായിരുന്നു കണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഡിസ്കൗണ്ട് ഇങ്ങനെ മാറിയിരിക്കും. ചില സമയത്ത് 110 രൂപയ്ക്ക് 109 രൂപയ്ക്കൊക്കെ കിടക്കുന്ന കാണാം. ഇടയ്ക്ക് സെയിൽ വരുമ്പം സെയിൽ ടൈമിൽ 99 റുപ്പീസിന് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്തുവാ, അങ്ങനെ വാങ്ങിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അത്യാവശ്യം ഒരുപാട് നമ്മൾ ഉപയോഗിക്കാണ്ട് കേട്ടോ. നിങ്ങൾ ഡെയിലി യൂസിനും സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പം അത്യാവശ്യം നല്ലൊരു ഇതിന് പൗഡറിന് പകരം ഇത് ഉപയോഗിച്ചിട്ട് പോകാനും നല്ലതാണ്. പറഞ്ഞു വന്നത്, ഇപ്പം ഇത് ഞാൻ ഇങ്ങനെ ഇട്ടാലും എനിക്ക് കൈ വെച്ചൊന്ന് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പം ഞാനത് ആ പഫ് വെച്ചിട്ടിട്ടിട്ട് ഫുള്ളൊന്ന് കൈ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് വിടുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഐഷാഡോ പാലറ്റാണ്. ഇത് ബ്ലൂ ഹെവൻ്റെ ആണ്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നത്, നന്ദന. അവൾ മറ്റേ ബ്ലൂ ഹെവൻ്റെ ഫുൾ മേക്കപ്പ് കിറ്റ് വാങ്ങിച്ചപ്പം അതിനകത്ത് ഒക്കെ കിട്ടിയതായിരുന്നു ഇത്. അപ്പം ഇതിനകത്ത് ഇതിൻ്റെ ലിങ്ക് അപ്പം സെപ്പറേറ്റ് തരാനില്ല. ഇപ്പം 4 ഷെയ്ഡുകൾ. അപ്പം ഞാനിങ്ങനെ തപ്പിയപ്പം 12 ഷെയ്ഡുള്ളത് 200 രൂപയ്ക്ക് ബ്ലൂ ഹെവൻ്റെ ടിറയിലുണ്ട്. അപ്പം അതിനകത്ത് ആണെങ്കിൽ 12 ഷെയ്ഡുണ്ട്. അതിൽ ബ്ലാക്ക് ഷെയ്ഡും ഉണ്ട്. അപ്പോൾ ആ ബ്ലാക്ക് ഷെയ്ഡും ഉണ്ട്, ബ്രൗൺ ഷെയ്ഡും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാനും ഐഷാഡോ ആയിട്ടും അത് തന്നെ ഉപയോഗിക്കാം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അടി വന്ന് കമൻറ്റ് എടുത്ത് ആരെങ്കിലും ഐഷാഡോ വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുമോ? നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ നോക്കുമ്പം നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴല്ലേ മേക്കപ്പ് ഇടുന്നത്. അന്നേരം കുറച്ച് സമയത്തേക്ക് ഐഷാഡോ ഐബ്രോ ആയിട്ട് ഇട്ടെന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നും വരാനില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ അടുത്ത ഫാൻസി ഷോപ്പിലൊക്കെ 50 രൂപയ്ക്ക് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിൽ കിട്ടും, അത് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനകത്ത് ബ്ലാക്ക് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യുവാണ്. ഞാൻ ഇനി എന്നെ ചീത്ത വിളിക്കാൻ പറ്റല്ലേ, ഇതിനകത്ത് ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട്. ഇല്ല, ഞാൻ ഉണ്ടായത് ഞാൻ സത്യമായിട്ടും കാണിച്ചു തന്നേനെ. എൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട്, എനിക്ക് എന്തൊക്കെ ഇത് വെച്ച് ചെയ്താലും കൈ വെച്ചൊന്ന് ചെയ്തില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ പോരാ. അപ്പം നിങ്ങളിങ്ങനെ കാണുമ്പോൾ എന്തിനാ ഇങ്ങനെ കുത്തി വരയ്ക്കുന്നത്? കുത്തിയല്ല ഞാൻ വരയ്ക്കുന്നത്, ഞാൻ നൈസായിട്ട് വരയ്ക്കുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുമ്പം ഒക്കെ ആയിട്ട് എനിക്ക് തോന്നും. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇത് വെച്ചിട്ടൊന്ന് ബ്രഷ്. ഐബ്രോസ് കഴിഞ്ഞു. ഇനി ഐഷാഡോ ആണ്. ഐഷാഡോ ഞാൻ ഏത് കളർ എടുക്കും എന്നൊരു കൺഫ്യൂഷൻ. ഡ്രസ്സായിട്ട് വാങ്ങിച്ച് കളർ എടുക്കാം അല്ലേ. അപ്പം ഞാൻ ഇങ്ങേറ്റത്ത് ഈ ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആ ബ്ലൂ ഹെവൻ്റെ 200 രൂപയുടെ ഐഷാഡോ പാലറ്റ്. അപ്പം അതിനകത്ത് 12 കളറുണ്ട്. എനിക്കിപ്പോൾ 4 കളർ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. നിങ്ങൾക്കപ്പോൾ അതിനകത്ത് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് നിങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അത് ആദ്യം നമ്മുടെ കണ്ണടയ്ക്കുമ്പോൾ കൃഷ്ണമണി വരുന്ന പോർഷനിൽ ആദ്യം ഇങ്ങനെ ഇപ്പുറത്തെ കണ്ണിച്ച് ഇത് ചെയ്തു പോയല്ലോ. കണ്ണു തുറക്കാൻ ഇതിങ്ങനെ ചെയ്യും. ഇങ്ങനെ എനിക്ക് ഈ കണ്ണടച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ കണ്ണടച്ച് ഈ കണ്ണും കടഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് പറയണേ. ഞാൻ എന്താ അങ്ങോട്ടും ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് ഞാൻ ഒരു വട്ടം പറഞ്ഞായിരുന്നേ. കണ്ണാടി ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് കണ്ണാടി നോക്കി ചെയ്തെങ്കിലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഫോൺ നോക്കി ചെയ്താൽ അത്ര കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ കൃഷ്ണമണിയുടെ അവിടെ ഇങ്ങനെ തൊടും. എന്നിട്ടത് നമ്മൾ എടുത്ത ഐഷാഡോ കൃഷ്ണമണിയുടെ അവിടെ ഇട്ടിട്ട് ഞാൻ പുറത്തോട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബാക്കി വരുന്നതേ അകത്തോട്ട് ബ്ലെൻഡ് ചെയ്യത്തുള്ളൂ. ഉദ്ദേശം എന്താണെന്നല്ല മനസ്സിലായോ? അതായത് ഈ കൃഷ്ണമണിയുടെ അവിടെ ഇങ്ങനെ തൊടും. എന്നിട്ട് പുറത്തോട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളത് അകത്തോട്ട് ബ്ലെൻഡ് ചെയ്യും. ഇനി ബാക്കിയില്ലെങ്കിൽ കുറച്ച് കൃഷ്ണമണിയുടെ അവിടെ തൊട്ടിട്ട് അതിങ്ങനെ പയ്യെ അകത്തോട്ട് കുറച്ചേ എടുക്കത്തുള്ളൂ. അകത്തോട്ട് ഞാൻ കണ്ട
എൻ്റെ കണ്ണ് ഞാനങ്ങനെ ഐ ഷാഡോ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഐ ഷാഡോ പാലറ്റിനകത്ത് എന്തെങ്കിലും ഒരു ഷിമ്മറി ഷെയ്ഡ് വേണം. ഷിമ്മറി മീൻസ് എന്തെങ്കിലും ഒരു തിളക്കമുള്ള ഷെയ്ഡ് വേണം. അപ്പം നിങ്ങൾക്ക് അതെടുത്തിട്ട് ഹൈലൈറ്റർ ആയിട്ട് കൊടുക്കാം. ഞാനിപ്പം ഇതിനകത്ത് എല്ലാ ഐ ഷാഡോ പാലറ്റിനകത്തൊരു ഹൈലൈറ്റ് തിളക്കമുള്ള എന്തെങ്കിലുമൊക്കെ കാണൂടെ. ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാവേ. കണ്ട ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യണ്ട. അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യും. ഇപ്പം രാത്രിയിലാണ് ഞാൻ കൂടുതലും ഹൈലൈറ്ററിനോട് എനിക്കൊരു താല്പര്യം. കാരണം ലൈറ്റൊക്കെ ഇരിക്കുമ്പോൾ മുഖം തിളങ്ങുന്നതാണ് നല്ലത്. പകല് ഹൈലൈറ്ററൊക്കെ ഇട്ടിട്ട് പോയിട്ട് എനിക്കത്ര ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ രാത്രി ഹൈലൈറ്റ് ഇടാനാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. സമയമില്ല, വേഗം വേഗം റെഡിയാവാം. ഇനി ഐലൈനർ, ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. ഐലൈനർ ഇല്ലാത്ത പെൺകുട്ടികൾ കേരളത്തിലുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ അറിവിലില്ല. ഇനി മേ ബി കാണുമായിരിക്കും കേട്ടോ. അപ്പം ഒരുവിധം എല്ലാവരുടെയും കയ്യിൽ ഐലൈനർ കാണും. അതുകൊണ്ട് ഐലൈനറിൻ്റെ റേറ്റ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കണ്ണെഴുതട്ടെ. സോറി, പപ്പ കണ്ണനെ വിളിക്കാൻ പോയതാണ്. ഞാനൊരു മൈക്ക് വാങ്ങിക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്. ബിക്കോസ് വീഡിയോ എടുക്കുന്ന ടൈമിൽ നോയിസ് ഡിസ്റ്റർബൻസ് വളരെ കൂടുതലാണ്. ഇവിടെ റോഡിൽ കൂടെ പോകുന്ന വണ്ടി, എന്നെ വിളിക്കുന്നത്, അമ്പലത്തിൽ വായന, എല്ലാം കൂടെ അത്യാവശ്യം വളരെ ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഉടനെ ഒരു മൈക്ക് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഞാൻ ഒരു പൊട്ടുകൂടെ വെച്ച് കൊടുത്തു. പൊട്ട് വെക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മാറ്റം ഫേസിന്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി ചെയ്യാനുള്ളത് എന്താ, ലിപ്സ്റ്റിക്. ഇത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന ഷെയ്ഡ് DL825 ആണ്. ഇത് പ്രോപ്പർ DL825 അല്ല ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്കിത് കുറച്ച് ഡാർക്കാണ്, എന്ന് വെച്ചാൽ നല്ല ബ്രൗൺ ഷെയ്ഡ്. അപ്പം ഞാനിതിനകത്ത് നല്ല കാള കുത്തുന്ന റെഡില്ലേ, അതിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പം അത് ഞാൻ കറക്റ്റായിട്ട്, അപ്പോൾ എൻ്റെ ഷെയ്ഡ്, എൻ്റെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പം വാങ്ങിക്കാൻ പറ്റത്തില്ല ഈ ഷെയ്ഡ് വാങ്ങിക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 80 രൂപയാണ്. നമ്മുടെ വീടിൻ്റെ ഒരുവിധം എല്ലാ ഫാൻസി ഷോപ്പിലും ഈ ഒരു ലിപ്സ്റ്റിക്ക് കാണും. എന്ന് വെച്ചാൽ ഷെയ്ഡല്ല, ഡാസ്ലറിൻ്റെ ഈ 80 റുപ്പീസിൻ്റെ ലിപ്സ്റ്റിക്ക്. അപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ്, അതായത് അപ്പം നിങ്ങൾക്ക് വലിയ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണമെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ, അല്ല ഞാനെന്താ പറയാനാ. അപ്പം ഞാൻ പറഞ്ഞല്ലോ അഫോർഡബിൾ ആയിട്ടുള്ള ഇതല്ലേ നോക്കുന്നത്. അപ്പം ആദ്യത്തെ നമ്മുടെ CC ക്രീമിന് 89 റുപ്പീസ്, ഈ പോൺസിൻ്റെ പൗഡറിന് 114. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ നേരം നോക്കിയിട്ടാണ് ഞാൻ ഇടുന്നത്. അന്നേരം 114 MRP കണ്ടത്. പിന്നെ ബ്ലൂ ഹെവൻ്റെ ഐ ഷാഡോ 200 റുപ്പീസ്. പിന്നെ ഐലൈനർ ഞാൻ കൂട്ടിയിട്ടില്ല. ഐബ്രോ പെൻസിൻ്റെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ കാണിച്ചിട്ടുള്ള ഇതിനകത്തൊരു ബ്ലാക്ക് ഷെയ്ഡും ഉണ്ട്, ബ്രൗൺ ഷെയ്ഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യും. അതിനകത്ത് തന്നെ ബ്രഷ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഐബ്രോസ് അത്യാവശ്യം നൈസായിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇത് 80 റുപ്പീസാണ്, ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക. അയ്യേനെ കൈ പറ്റും. ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുടി കെട്ടാം. ഹെയർ സ്റ്റൈല് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, സിമ്പിൾ ഒരു ഹെയർ സ്റ്റൈലാണ്. എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെ ആയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് മെയിൻ എൻ്റെ ഡ്രസ്സ് ഫുള്ള് BB പൗഡർ, അത് മൊത്തം അതിന് തേച്ച് കൊടുത്തേക്കണം. കണ്ടോ. അപ്പം അതേ മിഡിൽ പാർട്ടീഷൻ എടുത്ത്, എന്നിട്ട് ഞാൻ ഇവിടെ നിന്നൊരു സെക്ഷൻ ഓഫ് ഹെയർ എടുത്തിട്ട് ബേബി ഹെയർസ് ഒക്കെ ഇങ്ങനെ എടുത്ത് പുറത്തിട്ട് മതി. എന്നിട്ട് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. ട്വിസ്റ്റ് എന്നിട്ട് ക്ലിപ്പ് കുത്തി വെക്കാം. കമ്പി സ്ലൈഡ് ഇല്ലേ, കമ്പി സ്ലൈഡ് കുത്തി. സിമ്പിൾ ഹെയർ സ്റ്റൈൽ. സമയമില്ലാത്തപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഇതാകുമ്പോൾ 2 മിനിറ്റ് കാര്യം കഴിയും. സെയിം തന്നെ ഞാൻ ഇപ്പോഴത്തെ സൈഡിലും ഒരു സെക്ഷൻ ഹെയർ എടുത്തിട്ടുണ്ട്. ശരി,
ഓക്കെ, എന്നിട്ട് ട്വിസ്റ്റ്, എന്നിട്ട് കമ്പി സൈഡ് കുത്ത്. ഓക്കെ, അപ്പം ഹെയർ സെറ്റ്, ഫേസ് സെറ്റ്. ഇനി കമ്മല് കുഴപ്പമില്ലല്ലേ, വേറെ കൂടെ നോക്കാം. കമ്മല് നോക്കണം. കൊടുക്കാല്ലേ, കളർഫുൾ ആയിക്കോട്ടെ. അപ്പം ഞാൻ വേഗം കമ്മലിടട്ടെ. ഇതിപ്പോൾ അടുത്ത് കാണുന്ന ഫോണിനകത്തായാലും അടുത്തല്ലേ കാണുന്ന, ഇതിലായാലും എന്താ പറയുക, ഈ കണ്ണാടിയും കുഞ്ഞു കണ്ണാടി ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലും എനിക്ക് ഫേസ് അടുത്തല്ലേ കാണത്തുള്ളൂ. അപ്പം ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അത്ര നന്നായിട്ട് അങ്ങോട്ട് അറിയുന്നില്ല. അപ്പം സെറ്റ്, കുഞ്ഞൊരു മേക്കപ്പ് ലുക്ക്, വളരെ ചെറിയ മിനിമലായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക്, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ആദ്യം ഞാൻ എടുത്ത എന്താ ലാക്മിയുടെ ഈ ഒരു CC ക്രീം. ഇതിൽ MRP ചെയ്തിരിക്കുന്നത് 99 രൂപയാണ്. അപ്പം വീടിനടുത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 99 തന്നെ ആവും. ഞാൻ ടിറയിൽ നിന്ന് 89 റുപ്പീസാണ് ഇരിക്കാൻ തന്നെ ഞാൻ നോക്കിയിട്ടായിരുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നേരം 89 റുപ്പീസാണ്. ഈ പോൺസിൻ്റെ ഈ BB പൗഡർ ഇതിൽ എഴുതിയേക്ക് 125ആണ്. ഞാൻ നോക്കുന്നത് 114ആയിരുന്നു ടിറയിൽ. എനിക്ക് ഒന്ന് ടിറ നൈക്ക് ഞാൻ ഒരിട്ടും പറഞ്ഞു, പിന്നെയും പറയുക, നൈക്കിനെക്കാളും കുറച്ചും കൂടി എനിക്ക് അഫോർഡബിൾ ആയിട്ട് റേറ്റ് കുറച്ച് സാധനം കണ്ടിട്ടുള്ള ഞാൻ ടിറയിൽ. നൈക്കിൽ സെയിൽ ടൈമിൽ കുറച്ചും കൂടി പ്രോഡക്റ്റ്സിന് റേറ്റ് കുറഞ്ഞേ കണ്ടുള്ളൂ. പക്ഷെ ടിറയിൽ അല്ലാത്തപ്പോഴും ഇടയ്ക്ക് റേറ്റ് കുറഞ്ഞ് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ബ്ലൂ ഹെവൻ്റെ ഐഷാഡോ പാലറ്റാണിത്. ഞാൻ പറഞ്ഞല്ലോ ഇത് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടത്തില്ല. പകരം ഞാൻ 12 ഷെയ്ഡുള്ള ഒരെണ്ണം 200 റുപ്പീസ് ടിറയിൽ ഞാൻ നോക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ഐഷാഡോയും കിട്ടും, ഐബ്രോസും ഫിൽ ചെയ്യാനുള്ള കിട്ടും. അപ്പം അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഡാസ്ലറിൻ്റെ ഈ ഒരു 80 റുപ്പീസിന് ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഐലൈനർ, എല്ലാവരും കയ്യിൽ ഐലൈനർ ഉണ്ടായതുകൊണ്ട് ഐലൈനറിൻ്റെ റേറ്റ് ഞാൻ അതിനകത്ത് കൂട്ടിയിട്ടില്ല. അപ്പം ഇത്രയും കൂടിയാണ്. ഞാനിപ്പം ടോട്ടൽ എമൗണ്ട് ഏകദേശം ഒരു 490 അടുത്ത് 488 അങ്ങനെ എന്തോ ആണ്. ഞാൻ കൂട്ടിയിട്ട് കയറി, ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാനത് തന്നെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ. ഈ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് ഇനി ഞാൻ എന്തൊക്കെ വീഡിയോസാണ് ചെയ്യണമെന്നുള്ളത് അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ ആ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അതിലുള്ള സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി വേറെ ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. ഞാൻ ഒരു കാര്യം മറന്നു, എൻ്റെ ഫുൾ ലുക്ക്, ഫുൾ ഔട്ട്ഫിറ്റ്, മേക്കപ്പ്, ഹെയർ എല്ലാം കൂടെ ഒന്നിച്ച് കാണിക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക്. ഈ ഒരു അനാർക്കലി എൻ്റെ ഔട്ട്ഫിറ്റ് ജോർജറ്റ് മെറ്റീരിയൽ, ഫ്രണ്ടിൽ ഹാൻഡ് വർക്ക് ഉണ്ട്, പിന്നെ ഒരു ഹേർട്ട് ഷേപ്പിലുള്ള നെക്കുണ്ട്. സെയിം ജോർജറ്റ് മെറ്റീരിയൽ തന്നെ ഷോൾ, അതിൽ ലേസ് വെച്ചിട്ടുണ്ട് ബോർഡറിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.